കേക്ക് ബോട്ടിലിട്ട് മിററൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ മിററിന് പകരം മിറർ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് ചുറ്റും ചെറിയ മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ട്രയാങ്കിൾ ഷേപ്പ് മിറേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഫുള്ള് മിറേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് റൗണ്ട് ഷേപ്പ് മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സ്മോൾ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സെൻറ്ററിലായിട്ട് റൗണ്ട് ഷേപ്പ് മിറർ ഒട്ടിച്ചു. പെറ്റൽസ് ആയിട്ട് നമ്മുടെ റെയിൻ ഡ്രോപ്സിൻ്റെയൊക്കെ ആകൃതിയിലുള്ള മിറർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മിറർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും അവസാനമായിട്ട് ബോർഡറിലായിട്ട് ട്രയാങ്കിൾ ഷേപ്പ് മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫുൾ മിറേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊസൈക്ക് മിറർ DIY ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വാൾപുട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫെവിക്കോളും വെള്ളം ആഡ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി ലൂസാക്കാൻ പാടില്ല. തിക്കായിട്ടുള്ളതിൽ കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലോട്ട് പർപ്പിൾ കളറ് ഫാബ്രിക് പെയിൻറ് ആഡ് ചെയ്ത് കളറ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിററിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എടുത്ത് അളവ് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് മൊത്തം സ്പ്രെഡായത്. അത്ര എടുക്കണ്ടായിരുന്നു, വളരെ കുറച്ച് അളവ് എടുത്താൽ മതിയായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണത്. ഞാൻ ഫുള്ള് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇത് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ മിറർ ഫുൾ ക്ലീൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ മിറർ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.